എല്ലാവർക്കും നമസ്കാരം. വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണകർണാമൃത ശ്ലോകങ്ങൾ നോക്കാം. ബാക്കി നമ്മൾ 97 ശ്ലോകങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞു. ഇനി 98ാമത്തെ ശ്ലോകം ഉപേന്ദ്രവജ്ര എന്ന വൃത്തത്തിലാണ്. അത് നോക്കാം. അഖണ്ഡ നിർവാണരസപ്രവാഹൈർവിഖണ്ഡിതാശേഷരസാന്തരാണി നിയന്ത്രിതോദ്വാന്തസുധാർണവാനി ജയന്തി ശീതാനി തവസ്മിതാനി. ഭഗവാന്റെ മന്ദസ്മിതത്തെ അങ്ങനെ വർണ്ണിക്കുകയാണ്. ഇതിന്റെ തർജ്ജമയും കൂടി നോക്കാം. കുളിർമ നൽകും സുധതന്നിധാനം അമന്ദമാനന്ദരസപ്രഭാസം കുളിർമ നൽകും സുധതന്നിധാനം തവസ്മിതം സർവരസത്തെ മൊത്തം ജയിപ്പു നൽകുന്നു കുളിർമ കണ്ണിൽ. ഭഗവാന്റെ പുഞ്ചിരി അല്ലെങ്കിൽ മന്ദസ്മിതം എങ്ങനെയാണ് ആ മന്ദസ്മിതത്തിന്റെ ആസ്വാദനം, മന്ദസ്മിതം അങ്ങനെ കണ്ട് രസിക്കണ നേരത്തെ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന പോലെയാണ് എന്നാണ്. ഭഗവാന്റെ മന്ദസ്മിതം കാണുന്ന സമയത്ത് നമുക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നത് പോലെയാണ്. അത് ആ സമയത്ത് നമുക്ക് വേറൊരു രസവും രസമായിട്ട് തോന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു രസേ ലോകത്ത് ഉള്ളൂ എന്ന് തോന്നും. എല്ലാ സൂര്യപ്രകാശത്തില് നക്ഷത്രങ്ങള് മറഞ്ഞു പോകുന്നത് പോലെ ഒരു ആനന്ദസാഗരത്തിൽ ആറാടുന്ന ഒരു അനുഭവമാണ് ഭഗവാന്റെ ആ മന്ദസ്മിതം കാണുന്ന സമയത്ത് എന്നാണ്. പരിപൂർണമായ പരമാനന്ദ രസപ്രവാഹം എന്ന് ഒരൊറ്റ വാക്കില് പറയാൻ പറ്റുള്ളൂ ഭഗവാന്റെ ഈ മന്ദസ്മിതത്തിന്. അത് ആ മന്ദസ്മിതം ഒരു തണുത്ത എന്ന് വെച്ചാൽ ശീതങ്ങളായിന്ന് എൻ്റെ കണ്ണുകളെ കുളിർപ്പിച്ചുകൊണ്ട് അങ്ങനെ വിജയിക്കുന്നു. കാണുന്ന നേരത്ത്, ഈ മന്ദസ്മിതം കാണുന്ന നേരത്ത് നമ്മുടെ കണ്ണിന് എന്തൊരു കുളിർമയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ശ്ലോകത്തില് പറയണത്. അടുത്ത ശ്ലോകം ശാർദൂല വിക്രീഡിതാണ്. അതില് ഭഗവാന്റെ മാധുര്യാദി ഗുണങ്ങൾ, ഓരോരോ മധുരങ്ങള്, ഓരോരോ പുഞ്ചിരി, അതുപോലെ വാക്കുകള് എല്ലാം മധുരം എന്ന് നമ്മൾ മുമ്പേ കേട്ടു. ഇനിയിപ്പോ എന്തൊക്കെയാണ്, ഏതൊക്കെ ഗുണങ്ങളെയാണ്, ലോകോത്തരങ്ങളാണ് എന്നാണ് പറയണത്. ചില ഗുണങ്ങള് അത് അവനവന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കവി പറയണത്. ഭഗവാനെ നേരിട്ട് കണ്ട ആളാണല്ലോ വില്വമംഗലം. അപ്പോ ആ ശ്ലോകം നോക്കാം. കാമം സന്തു സഹസ്രശക്കതിപയേ സാരസ്യ ധൗരേയകാഃ കാമം വാ കമനീയതാ പരിമളസ്വാരാജ്യബദ്ധവ്രതാഃ തൈർനൈവം വിവദാമഹേ നച വയം ദേവ പ്രിയം ബ്രൂമഹേ യത് സത്യം രമണീയതാ പരിണതിസ്ത്വയ്യേവ പാരം ഗതാ. അഹമഹമികയാ എന്നുള്ള സൗന്ദര്യ വിഷയത്തില് അങ്ങനെ മത്സരിക്കണ അനേകം പേര് ലോകത്തിലുണ്ടായിക്കോട്ടെ. അത് വെച്ചാൽ സരസന്മാരിൽ സരസന്മാരായ ആളുകളും ഉണ്ടാവും. അതുപോലെ കാമദേവൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാര് ഈ സ്ഥാനങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ ഒന്നും സ്ഥിതി ഒന്നും അതൊന്നും ഞാൻ ഗണിക്കണേ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ വകവയ്ക്കണേ ഇല്ല എന്നാ പറയണത്. ഈ വാസ്തവം പറഞ്ഞ സൗകുമാര്യവും സ്വാരസ്യവും അതിൻ്റെയൊക്കെ ഏറ്റവും പരമകാഷ്ഠയില് ഒത്തൊരുമിച്ച് വിളയാടുന്നത് ഈ ഭഗവാനിൽ മാത്രമാണ് എന്നാണ് വില്വമംഗലം പറയണത്.
ആയിരക്കണക്കിനുള്ള രസികന്മാരിലും സാരസ്യത്തിന്റെ ചുമതല വഹിക്കുന്ന ചിലര് ഉണ്ടാവാം, ആയിക്കോട്ടെ എന്നാണ് പറയണത്. പിന്നെ സൗന്ദര്യത്തിന്റെ സ്വർഗീയാവസ്ഥ നേടാൻ വ്രതമെടുത്തവരുണ്ടാവാം, അതും ഉണ്ടായിക്കോട്ടെ. അവർക്ക് വേണ്ടി വാദിക്കാനൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ ഞാന് ഈ ഭഗവാനോട് സേവ പറയണതൊന്നുമല്ല, സത്യം അതാണ് ഈ പറയണത്. അഴകിന്റെ മുഴുപ്പ് എല്ലാ സൗന്ദര്യവും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു സൗന്ദര്യം, അത് നിന്തിരുവടിയിൽ മാത്രമേ ഉള്ളൂ. പരിപൂർണമായിട്ട് ഭഗവാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അതിന്റെ തർജ്ജമ വായിക്കാൻ മറന്നു, അത് നോക്കാം. സൗന്ദര്യത്തിലനേകരാണു ഗിരിമസ്ഥാനത്തിനായ ആസ്ഥയിൽ സാരസ്യത്തിലുമുണ്ടനേകരവിധം ഗൗനിച്ചിടേണ്ടൊന്നുമേ. എന്നാൽ സത്യമുറച്ചുരയ്ക്കുമി വിധം തർക്കങ്ങളില്ലാതെ ഞാൻ ഏറ്റം സുന്ദരസാര സർവമൊരുവൻ നീയന്യയില്ലാരുമേ. അതാണ് പറയണത്. ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണനെ പോലെ താരുണ്യ പൊലിമ കളിയാടുന്ന ഒരു സുന്ദരൻ ലോകത്തിൽ വേറെ ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം എല്ലാവരും കേട്ടിട്ടുള്ളതാവും, ചില കീർത്തനത്തിലൊക്കെ ഉണ്ട് ഈ ശ്ലോകം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാദം ഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. അതിന്റെ തർജ്ജമ: മന്ദാരവൃക്ഷത്തിനു കീഴെ ഗോപനാരീജനമധ്യേ തുഷ്ട്യാ ശോണാധരത്താൽ മണിവേണുവൂതും കാമോപമൻ ഗോപനെ ഞാൻ ഭജിപ്പൂ. മന്ദാരവൃക്ഷത്തിന്റെ ചോട്ടില് കാമസുന്ദരനായി, ഇപ്പൊ പറഞ്ഞല്ലോ സൗന്ദര്യത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, അതുപോലെ സുന്ദരനായി തൊണ്ടിപ്പഴം പോലെയുള്ള ചുവന്ന ചുണ്ടുകൊണ്ട് ഓടക്കുഴലൂതിക്കൊണ്ട് പശുക്കളുടെയും ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും ഒക്കെ ഇടയിൽ നിൽക്കുന്ന ആ അമ്പാടിയിലെ പൂർണ്ണചന്ദ്രൻ, അതാണ് ഗോപാലകൃഷ്ണൻ. ആ അമ്പാടിയിലെ പൂർണ്ണചന്ദ്രനായ ഗോപാലകൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. പശുക്കളും ഗോപബാലന്മാരും ഗോപസ്ത്രീകളും ചുറ്റും അങ്ങനെ വട്ടത്തിൽ നിൽക്കണു. കൽപ്പവൃക്ഷത്തിന്റെ തറയില് വളരെ അതിമനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കണ, കാമദേവനെ പോലും തോൽപ്പിക്കുന്ന ദേഹകാന്തിയുള്ളവനും ഗോകുലത്തെ മുഴുവനും ആനന്ദ സമുദ്രത്തിലും മുക്കുന്നവനും, ആ വേണുവായന കൊണ്ട് ഗോകുലത്തെ മുഴുവൻ, അതിങ്ങോട്ട് കേട്ടാൽ എന്തൊരു ആനന്ദ എന്ന് പറയാനില്ല എന്നാണ് പറയണത് ആ ഒരു ഓടക്കുഴൽ നാദം. അങ്ങനെയുള്ള ഈ ഗോപാലകൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 101 101 ശ്ലോകം 101 നിർത്താം അല്ലേ. ഗളദ്വ്രീളാലോല മദനവനിതാ ഗോപവനിതാ മധുസ്ഫീതം ഗീതം കിമപി മധുരാശ്ചാപലധുരാ സമുജൃംഭാ ഗുംഭാ മധുരിമഗിരാം മാതൃശഗിരാം ത്വയി സ്ഥാനേ ജാതേ ദധതി ചപലം ജന്മസഫലം. വ്രജസ്ത്രീകൾ മത്തിൽ ത്രിപരഹിതമായി വന്നു സവിധേയുതിർത്തു ഗീതങ്ങൾ മധുരമധുരം തേനൊലികളായി. വരം നിൻ മാഹാത്മ്യം ശ്രിതജനവചസ്സാർന്നു മധുകം ഭുവേ നിൻ
ഓർത്താൽ മമ ജനനവും ഭാഗ്യസഫലം. ഇത് ശിഖരിണി. മന്ദാരമൂലേ മദനാഭിരാമം എന്നുള്ള ശ്ലോകം ഇന്ദ്രവജ്ര വൃത്തത്തിലാണ്. ഇപ്പോ ഈ 101 ശ്ലോകം ശിഖരിണി എന്ന വൃത്തത്തിലാണ്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ലോകൈക സുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാധീനനാണ് എന്ന് ഗോപസ്ത്രീകൾക്ക് തോന്നിയപ്പോ, അനുരക്തകളായിരുന്ന ഗോപസ്ത്രീകള് ഭഗവാനിൽ അനുരക്തകളായിരുന്നു, ഭഗവാനോട് അനുരാഗമായിരുന്നു ഗോപസ്ത്രീകൾക്ക്. അങ്ങനെയുള്ള ആ ഭഗവാൻ എനിക്ക് വശപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോ ഗോപസ്ത്രീകള് ലജ്ജ ഇല്ലാണ്ടായി. അപ്പോ അങ്ങനെ ഉള്ള ലീലകളിൽ മുഴുകി എന്ന് പറഞ്ഞു. ഉറക്കെ അതിമധുരമായിട്ട് അവര് എല്ലാം മറന്ന് പാട്ടുപാടാൻ തുടങ്ങി. ആനന്ദത്തിന്റെ അങ്ങേയറ്റാണ് എല്ലാം മറക്കണത്. അപ്പോ ഹൃദ്യമായ കാമചാബല്യങ്ങളിൽ ഏർപ്പെട്ടു ഭഗവാനുമായിട്ട് എന്നാണ്. ക്രീഡിക്കാൻ തുടങ്ങി. ക്രീഡയ്ക്കായി അവിടുത്തെ അടുത്തു വന്നു. അങ്ങനെ ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുക, തേനൊഴുകുന്നത് പോലെ മധുര സമ്മിശ്രമായിട്ടാണ് ഭഗവാന്റെ ഓടക്കുഴൽ വിളി. അതുപോലെയുള്ള ചരിതം എന്നെ പോലെയുള്ള ഭക്തന്മാരുടെ വാക്കുകളെയും മധുരമാക്കി തീർക്കുന്നു എന്നാണ്. ഇതുപോലെയുള്ള ഭഗവാന്റെ മധുരങ്ങളായ ചരിതങ്ങള് എന്നെ പോലെയുള്ള ഈ കവികളുടെ വാക്കുകളെയും മാധുര്യമുള്ളതാക്കുന്നു എന്ന്. ചുരുക്കി പറഞ്ഞ അങ്ങയുടെ തിരുവവതാരം എന്റെ ജനനത്തെ സഫലമാക്കി എന്നാണ് വില്ലുമംഗലം പറയണേ. അവിടെ ഭഗവാന്റെ അവതാരം കൊണ്ട് എന്റെ ജന്മം സഫലമായി എന്നാണ് ഇതിൽ പറയണത്. നമുക്കും അങ്ങനെ വിചാരിക്കാം അല്ലേ? ഇതുപോലെ ഒരു ഈശ്വരൻ വേറെ ഏത് മതത്തിലാണുള്ളത്? ഇത്രയും ഭുവന സുന്ദരനായിട്ടുള്ള ഒരു ഭഗവാൻ. ആ ഭഗവാനെ നമുക്ക് എത്ര വർണ്ണിച്ചാലും, എത്ര കവിത എഴുതിയാലും, എത്ര ശ്ലോകം എഴുതിയാലും ആ ഭഗവാന്റെ സൗന്ദര്യവും ആ ഭഗവാന്റെ ചരിതവും ആ ഭഗവാന്റെ കഥകളും നമുക്ക് ഒരിക്കലും തീരാത്ത കഥകൾ തന്നിട്ടാണ് ഭഗവാൻ ഇവിടുന്ന് പോയത് അല്ലെ? അതാലോചിക്കാം നമുക്ക്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.